CPIM-ന്റെ ആസ്ഥാന മന്ദിരമായ AKG സെന്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനൊപ്പം AKGയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളും LDF-ന്റെ ഘടകകക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീജ, 32 സെന്റ് ഭൂമിയിലായി 9 നിലകളിലായിട്ടാണ് മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഉദ്ഘാടന കർമ്മം? മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നല്ലോ. തീർച്ചയായും ഏതായാലും 2022 ഫെബ്രുവരിയിലാണ് AKG സെന്ററിന് തറക്കല്ലിടുന്നത്. അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്ന് തറക്കല്ലിട്ടത്. അതാണ് ഇന്നൊരു വലിയ കെട്ടിടമായി 9 നിലകളിലായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടം സജ്ജമായിരിക്കുന്നത്. 9 നിലകളിലായിട്ടാണ് AKG സെന്റർ, അതായത് CPIM-ന്റെ ആസ്ഥാന മന്ദിരം ഇവിടെ തിരുവനന്തപുരത്ത് സജ്ജമായിരിക്കുന്നത്. നിലവിൽ AKG സെന്റർ പ്രവർത്തിച്ചിരുന്നത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിനൊപ്പമായിരുന്നു. എന്നാൽ ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന് നേരെ എതിർവശത്തായി തന്നെയാണ് ഈ AKG സെന്റർ ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിനായി തയ്യാറായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 60,000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നിരിക്കുന്നത്. 2 സെല്ലാർ പാർക്കിംഗ് ഉൾപ്പെടെയാണ് ഈ 9 നില കെട്ടിടം ഇവിടെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന കെട്ടിടം എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. നമുക്കിതിൻ്റെ മുൻവശത്ത് കാണാൻ സാധിക്കും AKGയുടെ മഹാനായ AKGയുടെ ഒരു സ്മാരകം, AKGക്ക് സ്മാരകം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ AKGയുടെ പ്രതിമ അത് അനാച്ഛാദനം ചെയ്തതായിരിക്കും. വൈകിട്ട് ഇവിടെ ഈ ഒരു പുതിയ കെട്ടിടത്തിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങുകൾ എന്ന് പറയുന്നത് പ്രധാനമായും നാടമുറിച്ച് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. അതിനൊപ്പം തന്നെ നാടമുറിച്ച് അകത്തേക്ക് കയറുമ്പോൾ അവിടെ AKGയുടെ പ്രതിമ അതിപ്പോൾ മൂടിവെച്ച നിലയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അത് അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും. തുടർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. ഇത്രയുമായിരിക്കും ഈ കെട്ടിടത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ. അതിനുശേഷം പൊതുസമ്മേളനം നടക്കും. അത് AKG ഹാളിൽ, നിലവിൽ AKG സെന്റർ ഇതുവരെയായി പ്രവർത്തിച്ചിരുന്ന അവിടെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഉള്ള AKG ഹാളിലായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ ഒക്കെ തന്നെ നടക്കുക. ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള CPIM-ന്റെ സമന്വിതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകും. അതോടൊപ്പം തന്നെ LDF-ന്റെ പ്രധാന നേതാക്കളും ഈ ചടങ്ങിൻ്റെ ഭാഗമായി വൈകിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമാകും. ഈ കെട്ടിടം സംബന്ധിച്ചുള്ള കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിന് വേണ്ടി പ്രത്യേക മുറികൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് പ്രത്യേക മുറി. AKG സെന്ററിന്റെ ഉദ്ഘാടനം ഇന്നാണ്. മുഖ്യമന്ത്രി നിർവഹിക്കും. AKGയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.